മുത്തശ്ശി, എനിക്ക് വേദനിക്കുന്നു മുത്തശ്ശി, എനിക്ക് വേദനിക്കുന്നു. അയ്യോ മുത്തശ്ശി, വേദനിക്കുന്നു. അയ്യോ എന്ത് പറ്റിയതാ? അയ്യോ, പ്രഗ്നന്റ് ആണ് മാഡം. വയറടിച്ചു എന്നാ പറയുന്നത്. എന്റെ പൊന്നു മാഡം, അടുക്കള ഭാഗത്തുനിന്ന് പൊത്തോന്നും പറഞ്ഞ് താഴെ വീണു. അതിനിടയിൽ വയറാണോ മുതുകാണോ പുറവാണോ എവിടെയാ ഇടിച്ചതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ആ നേരം മുതല് പ്രാണം പോകുന്ന നിലവിളിയാ. ഒന്ന് നോക്ക് ഡോക്ടറെ. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തിറങ്ങി നിന്നേ. വേണ്ട 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 മുത്തശ്ശി, മുത്തശ്ശി പോലെ പറയുന്ന കേക്ക് ഡോക്ടറെ. ഞാൻ ഇവിടുന്ന് പോവാൻ ഇവള് സമ്മതിക്കത്തില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. സുകുമാരി, ഡോക്ടർ പറഞ്ഞല്ലോ, അതനുസരിച്ചൂടെ? പുറത്തിറങ്ങി ആ ഇല്ല, അത് പറ്റില്ല. എന്റെ കൊച്ചിനെ വിട്ടിട്ട് ഞാൻ പോകത്തില്ല. മുത്തശ്ശി വന്ന് മുത്തശ്ശി വരാനാ പറഞ്ഞു. എന്റെ കൊച്ചിനെ മുത്തശ്ശി ഇപ്പൊ വരും. ഉണ്ടാക്കാതെ സമാധാനമായിട്ട് കിടക്കും. ഹലോ സാറേ, സുകുമാരിയാ. സുകുമാരി? അയ്യോ, കണിമംഗലത്തെ ഗൗതമിന്റെ മുത്തശ്ശി. ആ മനസ്സിലായി. എന്താ കാര്യം? സാറേ, പ്രിയങ്കമോളെ, നമ്മുടെ പ്രിയങ്കമോള്. നമ്മുടെ പ്രിയങ്കമോളോ? ഓ അല്ല സാറേ, എന്റെ കൊച്ചുമോള് പ്രിയങ്ക കണിമംഗലത്തൊന്ന് തെന്നി വീണു. പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞിട്ടും എല്ലാവരും കൂടെ പിടിച്ച് ആശുപത്രി കൊണ്ടുവന്നിരിക്കുക. അതിനിപ്പോ ഞാനെന്ത് വേണം? സാറേ, മുമ്പ് പ്രിയങ്കയെ ചികിത്സിച്ചിരുന്ന ഡോക്ടറില്ലേ, ആ ഡോക്ടർ തന്നെ പ്രിയങ്കയെ ചികിത്സിക്കാൻ സാറൊന്ന് പറയുവോ? അതെന്തിനാ സാറേ? ഇല്ലെങ്കിൽ വലിയ കുഴപ്പാ. കാര്യങ്ങളൊക്കെ സാറിനോടും ഗൗതം മോനോടും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പ്രിയങ്കമോളുടെ കൂടെ ഞാൻ മാത്രമല്ല, കണിമംഗലത്ത് നിന്ന് ജയഭാരതിയും പ്രിയങ്കയുടെ ചേച്ചി രാധികയുണ്ട്. കള്ളി പൊളിഞ്ഞാ പൊളിഞ്ഞതാ സാറേ. സാർ എങ്ങനെയെങ്കിലും ആ പഴയ ഡോക്ടറോടൊന്ന് പറ. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശരി, ഞാൻ ഡോക്ടറെ വിളിച്ച് പറയിക്കാം. ഒരു കാരണവശാലും കൂടെ ഉള്ളവർക്ക് പിടികൊടുക്കരുത്. ഇല്ല സാറേ, ചത്താലും സുകുമാരി പിടികൊടുക്കില്ല. ശരി. ഹലോ മോളെ. മാഡം, ഒരു പ്രശ്നമുണ്ട്. എന്താ മോളെ? ഒരു കാര്യത്തിലും സംശയമില്ല. മുമ്പ് പരിശോധിച്ച ഡോക്ടർ തന്നെ പരിശോധിക്കണമെന്ന് സുകുമാരിയമ്മ പറഞ്ഞത്. എന്തോ കള്ളക്കളി ഉള്ളതുകൊണ്ടാ.
പെട്ടെന്ന് വീണപ്പോ പരിഭ്രമിച്ചതാ, അല്ലാതെ കാര്യമായ ചതവോ ഫ്രാക്ചറോ ഒന്നുമില്ല. ശരി മാഡം. മാഡം ഇവിടെ ഇല്ലാതിരുന്നപ്പോ ആരെങ്കിലും പരിശോധിക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ CI സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു. CI എന്നെ വിളിച്ചിരുന്നു. ആക്ച്വലി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമായിരുന്നു. വലിയ ഉപകാരം മാഡം. അന്ന് മാഡം അവരോടൊക്കെ പറഞ്ഞ വാക്കില ഞാനും എന്റെ മോളും ആ കുടുംബത്തെ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. നോക്ക്, സിയുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നില്ലേ, അയാളുടെ പേരെന്താ? ഗൗതം. ആ, അവരുടെ പ്രഷർ കൊണ്ടാ ഞാനത് അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങൾ ഈ കാര്യം പുറത്താരോടെങ്കിലും പറഞ്ഞാ അതെന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. സോ എനിക്കൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. അയ്യോ മാഡം, ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. മാഡത്തെ ഞങ്ങൾ ദൈവത്തെ പോലെയാ കാണുന്നേ. മാഡം ഒരൊറ്റ ആള് വിചാരിച്ചതുകൊണ്ടാ ഇവളിപ്പോ ഇവളുടെ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്നേ. അതെ, അതിന്റെ നന്ദി ഈ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും മാഡം. ശരിയെങ്കിൽ നിങ്ങളെ ഇപ്പൊ തന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്തേക്കാം. കൂടുതൽ സമയം നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന നിലയ്ക്ക് ചിലപ്പോ മറ്റാരെങ്കിലും വന്ന് അറ്റൻഡ് ചെയ്തെന്ന് വരും. എന്തായാലും അത് വേണ്ട. ശരി മാഡം. കുട്ടി എഴുന്നോളൂ.